ഇമ്പോസിബിൾ എന്ന വാക്ക് കേട്ടപ്പോൾ ഒരാൾ പറഞ്ഞു, ഓക്കെ ദെൻ ഐ വിൽ ഡു ഇറ്റ്. അതാണ് സ്റ്റീവ് ജോബ്സ്. ഒരു ഗ്യാരേജിൽ നിന്ന് തുടങ്ങി ലോകത്തെ ടെക്നോളജിയെ മൊത്തം മാറ്റിമറിച്ചൊരു മനുഷ്യൻ സ്റ്റീവ് ജോബ്സ്. അവരുണ്ടാക്കിയത് ഒരു വെറും ടെക്നോളജി മാത്രമല്ല, ഒരു ബിലീഫാണ്. ഇന്നോവേഷൻ ചേഞ്ചസ് ഡെസ്റ്റിനി. വർഷം 1976. കാലിഫോർണിയയിലെ ഒരു 21 വയസ്സുകാരൻ സ്റ്റീവ് ജോബ്സും അവരുടെ ഫ്രണ്ട് സ്റ്റീവ് വോസ്നിയാക്കും രണ്ടുപേരും കോളേജ് ഡ്രോപ്പ് ഔട്ടായി വരുന്നൊരു സമയം. ഇവരുടെ കയ്യിൽ വലിയ ക്യാപിറ്റലൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇവർക്ക് ഭയങ്കര ഡ്രീംസുകൾ ഉണ്ടായിരുന്നു. എല്ലാ വീട്ടിലും ഒരു കമ്പ്യൂട്ടറെങ്കിലും വേണമെന്നായിരുന്നു ഇവരുടെ ഡ്രീം. അന്ന് കമ്പ്യൂട്ടർ എന്നൊക്കെ പറയുന്നത് കമ്പനികൾക്കും അവരുടെ ആവശ്യങ്ങൾക്കും മാത്രം വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായിരുന്നു കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ആ സമയത്ത് സ്റ്റീവ് ജോബ്സ് പറഞ്ഞത് ടെക്നോളജി ഷുഡ് ബി ഹ്യൂമൻ എന്നാണ്. അതായത് ഇതെല്ലാവർക്കും അവൈലബിൾ ആയിരിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റായിരുന്നു. അന്ന് ആളുകളെല്ലാവരും കളിയാക്കിക്കൊണ്ട് എന്താ ഇവൻ പറയുന്നത്, എന്തിനാ ഇവൻ എന്തൊക്കെ പറയുന്നത് എന്നുള്ളൊരു രീതിയിൽ സ്റ്റീവ് ജോബ്സിനെ നോക്കിക്കണ്ടു. പിന്നീട് നമ്മൾ കണ്ടത് എന്താണ്? ആപ്പിൾ 1, ആപ്പിൾ 2, മാക്കിൻടോഷ് ഡിസൈൻ ആൻഡ് ദ ഡിസൈൻ ബ്യൂട്ടി, അങ്ങനെ ഒരുപാട് ഇന്നോവേഷൻസ് ആണ് അല്ലേ. മോർ ദാൻ ടെക്നോളജി, ഡിസൈൻ, സിംപ്ലിസിറ്റി, അതിൽ ഉപയോഗിച്ചിട്ടുള്ള എലമെൻറ്റ്സ്, ഇന്നോവേഷൻസ്, ഇതൊക്കെ ആപ്പിളിനെ ഒരു ബ്രാൻഡാക്കി മാറ്റാൻ വേണ്ടിയിട്ട് സ്റ്റീവിന് പറ്റി. ഡിസൈൻ ഈസ് നോട്ട് ജസ്റ്റ് വാട്ട് ഇറ്റ്സ് ലുക്സ് ലൈക്ക്, ഇറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ് എന്നുള്ളതാണ്. അതൊരു ഡിസൈൻ എന്ന് പറയുന്നത് നമ്മളെ കാണുന്നത് എന്നുള്ളതല്ല, അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് സ്റ്റീവ് ജോബ്സ് പറഞ്ഞു വെക്കുന്നത്. സോ അവരൊരിക്കലും വിറ്റിരുന്നത് കമ്പ്യൂട്ടേഴ്സ് അല്ല, അവർ സെല്ല് ചെയ്തിരുന്നത് അവരുടെ ഡ്രീം ആയിരുന്നു. എന്നാൽ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ സക്സസ് എന്ന് പറയുന്നത് എന്നും ഭയങ്കര മധുരമുള്ളൊരു സംഗതിയല്ല, അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കയ്പും വരുമല്ലേ. അതെ, സ്വാഭാവികമായിട്ടും സക്സസ്സിലോട്ട് കടന്നു കയറിക്കൊണ്ടിരിക്കുന്ന ആപ്പിളിൻ്റെ ഉള്ളിലും ഈഗോയും കോൺഫ്ലിക്ട്സുകളും കാര്യങ്ങളൊക്കെ വന്നു. വർഷം 1985 ആപ്പിളിൻ്റെ ബോർഡ് റൂമിൽ നിന്ന്, സ്വന്തം കമ്പനിയിൽ നിന്ന് സ്റ്റീവ് ജോബ്സ് പുറത്താക്കപ്പെട്ടു. അന്ന് സ്റ്റീവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഗെറ്റിംഗ് ഫയർഡ് ഫ്രം ആപ്പിൾ ദാറ്റ് വാസ് ദ ബെസ്റ്റ് തിങ് എവർ ഹാപ്പൻ ടു മൈ ലൈഫ് എന്നുള്ളതാണ്. സ്റ്റീവ് നേരെ ചെന്ന് പുതിയൊരു കമ്പനി തുടങ്ങി, നെക്സ്റ്റ്. അതുപോലെ തന്നെ പിക്സാർ ആനിമേഷൻസ് ടേക്ക് ഓവർ ചെയ്യുകയും ചെയ്തു. ഈ പിക്സാർ ആനിമേഷൻ തന്നെയാണ് ടോയ് സ്റ്റോറിയൊക്കെ പോലത്തെ ലോകത്തിലെ ആദ്യത്തെ ആനിമേഷൻ സിനിമാസ് പ്രൊഡ്യൂസ് ചെയ്തതും പ്രൊഡക്ഷൻ ചെയ്തതുമായിട്ട്. ഇത് നോക്കിക്കാണുന്ന ലോകം വീണ്ടും അവനിലോട്ട് നോക്കി, അവനെ നോക്കി പറഞ്ഞു, ഓ സ്റ്റീവ് ജോബ്സ് ഈസ് സംതിങ് അനദർ അല്ലേ. വീണ്ടും ലോകത്തിന് മുന്നിൽ തെളിയിച്ചുകൊണ്ടിരുന്നു, ഞാൻ ചെറിയൊരു സംഭവമല്ല, അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കാൻ ഇനിയും നിങ്ങൾ ഒരുപാടുണ്ട് എന്നൊക്കെ സ്റ്റീവ് ജോബ്സ് ലോകത്തോട് വിളിച്ചു പറയാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ വർഷം 1997 ആപ്പിളിൻ്റെ സക്സസിൻ്റെ കൊടുമുടിയിൽ നിന്ന് താഴേക്ക് വീണ് താഴെ തട്ടിൽ ബാങ്ക്രപ്റ്റിൽ വന്ന് നിൽക്കുന്ന സിറ്റുവേഷൻ. അവർ സ്റ്റീവ് ജോബ്സിനെ തിരിച്ചു വിളിക്കുകയാണ്. സ്റ്റീവ് ജോബ്സ് പൂർണ്ണമായും സന്തോഷത്തോടു കൂടി തിരിച്ചു ചെന്നു. ആ ഒരു തിരിച്ചുവരവ് ഇന്ന് ലോകത്തിൻ്റെ മുന്നിൽ ആപ്പിളിനെ ആപ്പിളാക്കി മാറ്റിയ ഒരു ഒന്നൊന്നര തിരിച്ചുവരവായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഐമാക്, ഐപോഡ്, ഐഫോൺ ആൻഡ് ഐപാഡ്സ് ആൻഡ് ചുമ്മാ ടെക്നോളജീസ് മാത്രമല്ലായിരുന്നു, പ്രൊഡക്ട്സ് മാത്രമല്ലായിരുന്നു, കംപ്ലീറ്റ്ലി ഒരു റെവല്യൂഷൻ ആയിരുന്നു സ്റ്റീവ് ജോബ്സ് അഴിച്ചു വിട്ടുകൊണ്ടിരുന്നത്. 2007 ഐഫോൺ ലോഞ്ച് ചെയ്ത സമയത്ത് സ്റ്റീവ് ജോബ്സ് പറഞ്ഞൊരു കാര്യമുണ്ട്, മനുഷ്യന്മാർക്ക് അറിയില്ല അവർക്ക് വേണ്ടത് എന്താണ് എന്നുള്ളത്. എപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത്? അവരുടെ മുന്നിൽ അത് എത്തുമ്പോഴാണ് ഇതായിരുന്നു ഞങ്ങൾക്ക് വേണ്ടത് എന്ന് അവർ തിരിച്ചറിയുന്നതാണ്. സോ നിങ്ങളുടെ മുന്നിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, നിങ്ങളുടെ മനുഷ്യന്മാരുടെ മുന്നിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊഡക്ട്സുകൾ എന്ന് പറയുന്നത് തീർച്ചയായും അവർക്ക് അവരുടെ മുന്നിൽ എത്തുമ്പോഴാണ് അവർക്കിത് വേണ്ടിയിരുന്നു എന്നുള്ളവർ മനസ്സിലാക്കുന്നതാണ്. തൻ്റെ ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട് മൂർച്ഛാവസ്ഥയിലെത്തി ബുദ്ധിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും സ്റ്റീവ് ജോബ്സ് ഒരിക്കലും അവരുടെ ഇന്നോവേഷൻസിനെ സ്റ്റോപ്പ് ചെയ്തില്ല. സ്റ്റീവ് ജോബ്സ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, സ്റ്റേ ഹംഗ്രി, സ്റ്റേ ഫൂളിഷ് എന്നതാണ്. സ്റ്റീവ് ജോബ്സിൻ്റെ കഥയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, ഫെയിലിയർ എന്ന് പറയുന്നത് ഒരു എൻഡ് അല്ല, അതൊരു റീസ്റ്റാർട്ട് ബട്ടണാണ്. അതൊരു ഗ്രേറ്റ് കംബാക്കിനുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രെങ്ത് ആണെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. സോ അവരുണ്ടാക്കിയതൊരു ഫോണല്ല, അവരുണ്ടാക്കിയതൊരു ഫ്യൂച്ചറാണ്. ഒരു ഗ്യാരേജിൽ നിന്നും തുടങ്ങി ലോകത്തെ മൊത്തം മാറ്റിമറിച്ച ഒരാളുടെ കഥയാണ് നമ്മളിന്ന് സംസാരിച്ചത്. സോ ദിസ് ഈസ് ലൈക്ക് ഒറ്റ വിഷൻ, ഒറ്റ മൈൻഡ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒറ്റ ഡ്രീം, അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആൻഡ് ദ റിഫ്യൂസൽ ടു ഗീവ് അപ്പ് എന്നുള്ളതാണ്. ആൾ അന്നേ പറഞ്ഞതല്ലേ, ഇമ്പോസിബിൾ ആണെങ്കിൽ ഓക്കെ ദെൻ ഐ വിൽ ഡു ഇറ്റ്.